ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു ദേവിയേട്ടത്തി. ഇനി ദേവിയേട്ടത്തി ആ വീട്ടിൽ കയറി വരുന്നത് സ്വപ്നം പോലും കാണണ്ട. ഇനി ഞാൻ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് നമ്മുടെ മീനു ദേവിയോട് ദേഷ്യത്തിൽ പറയുമ്പോൾ ദേവി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരു എപ്പിസോഡിന്റെ ഒരു ചെറിയ പ്രഡിക്ഷൻ നോക്കുമ്പോൾ ഈ പോലീസും കേസും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേവമംഗലത്തുകാർ മുഴുവൻ ആകെ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇവരുടെ അവസ്ഥകളൊക്കെ മീനു മനസ്സിലാക്കുന്നതോട് കൂടിയിട്ടാണ് കഥ മാറാൻ പോകുന്നത്. ആകാശാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മീനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതിൽ ദേവമംഗലംകാര് മുഴുവനുണ്ട്, മീനു ഒഴികെ. അങ്ങനെ ആകാശ് മീനുവിനെ വിളിച്ചിട്ട് അവിടെ പോലീസ് ഒന്നും വന്നില്ലല്ലോ അല്ലെ, നിന്റെ പേരെങ്കിലും ഒഴിവാക്കാൻ അവർക്ക് തോന്നിയല്ലോ, അത്രയും സമാധാനം എന്നൊക്കെ ആകാശ് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മീനുവിനോട് പറഞ്ഞ ശേഷം മീനു പറയാണ്, എന്തൊക്കെയാ ആകാശ് പറയുന്നത്, ദേവിയേട്ടത്തി കംപ്ലൈന്റ് കൊടുത്തുന്നോ, എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ആകാശ് പറയാണ്, ദേവിയേട്ടത്തി ദേവിയേട്ടത്തി എന്ന് പറഞ്ഞ് നീ ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്തത്, എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ദേവിയേട്ടത്തിയുടെ അറിവോട് കൂടി അല്ലാതെ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? നീ അവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടായിരിക്കും നിന്റെ പേര് മാത്രം വിട്ടുകളഞ്ഞത് കംപ്ലൈന്റിൽ എന്ന് പറയുമ്പോൾ മീനു പറയാണ്, ഓ അപ്പൊ എന്നെ മാത്രം അറസ്റ്റ് ചെയ്യാത്തതാണ് ഇപ്പൊ ആകാശിന്റെ പ്രശ്നം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മീനു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവരെത്ര വലിയ ചതിയാ നമ്മുടെ കുടുംബത്തോട് ചെയ്തത്. അതും ആ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ. ചെയ്ത കുറ്റമാണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു, സ്ത്രീധനം ചോദിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ എന്തൊക്കെ കള്ളങ്ങളാ അവർ ആ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്നത് മീനുവിന് അറിയോ എന്നൊക്കെ പറയുമ്പോൾ മീനു ഇങ്ങനെ പറയാണ്, എനിക്ക് മനസ്സിലായി ആകാശേ, ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ പോലീസുകാർ അപ്പുറത്തുനിന്ന് ആരവിടെ ഫോണിൽ സംസാരിക്കുന്നത്, എല്ലാവരും അവരവരുടെ ഫോൺ കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ചേ എന്നൊക്കെ പറയുമ്പോൾ ആ ശരി മീനു ഞാൻ ഫോൺ വെക്കുക എന്നും പറഞ്ഞ് ആകാശ് ഫോൺ വെച്ചിട്ട് ഫോൺ അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനു ഫോൺ വെച്ച ശേഷം നേരെ പോയി ഓഫീസിൽ ഒരു പെർമിഷനൊക്കെ എടുത്ത ശേഷം ഒരു ഓട്ടോ പിടിച്ച് നേരെ ദേവിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പക്ഷേ ഈ കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് ശ്രീകലയും ഉദയഭാനും വീട്ടിലെത്തിയെങ്കിലും ദേവി ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ദേവി സൈൻ ചെയ്താലല്ലേ കംപ്ലൈന്റ് പോലീസ് കേസ് എടുക്കുള്ളൂ. പക്ഷെ ഇവര് അവിടുത്തെ പോലീസ് കോൺസ്റ്റബിൾക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ദേവിയുടെ സൈൻ ശ്രീകല തന്നെ ചെയ്തിട്ട് ദേവിയെ പോലെ ഒപ്പിട്ടിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. ദേവി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ പതുക്കെ ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്ലാനിൽ ഇരിക്കുകയാണ് കേട്ടോ ഇവര്. അപ്പോഴേക്കുമാണ് നമ്മുടെ മീനും അവിടെ എത്തുന്നത്. എന്നിട്ട് ദേവിയുടെ വീട്ടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ദേവിയേട്ടത്തി ആരുമില്ലേ ഇവിടെ, ഇങ്ങോട്ടൊന്ന് വന്നേ എന്നൊക്കെ പറയുമ്പോൾ ദേവി ആ മീനു എന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് മീനു നീ വന്നോ മീനു, കണ്ടില്ലേ മീനു, ആനന്ദേട്ടൻ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു, ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ മീനു എന്ന് ചോദിക്കുമ്പോൾ ഉപേക്ഷിക്കാനുള്ള എല്ലാ പണികളും ദേവിയേട്ടത്തി ഒപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, എന്നിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കുമ്പോൾ മീനു നീയും ഇങ്ങനെയൊക്കെ പറയാണോ, ഞാൻ ചെയ്തതൊക്കെ തെറ്റാ, സത്യം മറച്ചു വെച്ചതും നിങ്ങളെയൊക്കെ പറ്റിച്ചതും കള്ളം പറഞ്ഞതും എല്ലാം തെറ്റാ. പക്ഷെ ഞാൻ എന്ന് പറയുമ്പോൾ മീനു പറയാണ്, ദേവിയേട്ടത്തി നിങ്ങൾ കള്ളം പറഞ്ഞതും സത്യം ഒളിപ്പിച്ചു വെച്ചതും പറ്റിച്ചതും എല്ലാം ഒരു വിധത്തിൽ ദേവമംഗലത്തുകാർ ക്ഷമിക്കാൻ തയ്യാറായി വരികയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പതുക്കെ അവരെ പറഞ്ഞെല്ലാം മനസ്സിലാക്കുമായിരുന്നു. അതിനുള്ളിൽ ആ സമയത്ത് കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ദേവിയേട്ടത്തി? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എപ്പോഴാ നമ്മുടെ അച്ഛനും അമ്മയും ദേവിയേട്ടത്തിയോട് സ്ത്രീധനം ചോദിച്ചത്? എപ്പോഴാ അവരൊക്കെ ദേവിയേട്ടത്തെ പീഡിപ്പിച്ചത്? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇപ്പൊ പോലീസുകാരെ അവരെ അറസ്റ്റ് ചെയ്ത് എല്ലാവരും സ്റ്റേഷനിൽ നിൽക്കുക, മിത്രയും അനുശ്രീ ഉൾപ്പെടെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അവരെന്ത് തെറ്റാ ദേവിയേട്ടത്തിയോട് ചെയ്തത്? ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എന്താ പറഞ്ഞത്? ദേവമംഗലത്തുകാരുടെ മനസ്സ് പതുക്കെ മാറും, അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്നൊക്കെ മീനു ഇങ്ങനെ പറയുമ്പോൾ ദേവിക്ക് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. മീനു നീ എന്തൊക്കെയാ പറയുന്നത്? പോലീസോ കംപ്ലൈന്റോ സ്ത്രീധനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീകലയെ ഉദയവാനും ഓ ഈ പെണ്ണ് കയറി വന്ന് എല്ലാം നശിപ്പിച്ചു, ഒരു വിധത്തിൽ ദേവിയോട് സംസാരിച്ച് വരികയായിരുന്നു, അതിനു മുമ്പ് കയറി വന്ന് എല്ലാം കുളമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല മീനുവിനോട് പറയാണ് കേട്ടോ. ദേ നോക്ക് മീനാക്ഷി, നിന്നോട് ഇനി ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇപ്പൊ തന്നെ ഇറങ്ങി പോവാൻ നോക്ക്. നീ അന്ന് വന്നു ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ നീ അത് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ മോൾക്ക് ഡിവോഴ്സ് നോട്ടീസാ വന്നത്, ഇനിയും കാത്തിരിക്കണമെന്നാണോ നീ പറയുന്നത്? ഓ അപ്പൊ നീയും ദേവി മോളെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണോ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേ നിങ്ങൾ അനാവശ്യം പറയരുത്, ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം ദ്രോഹിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നാലും ദേവിയേട്ടത്തി നമ്മുടെ അച്ഛനോടും അമ്മയോടും ആനന്ദേട്ടനോടൊക്കെ ദേവിയേട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അത്ര പോലും സ്നേഹം ഇല്ലാതായോ ദേവിയേട്ടത്തിക്ക് ഞങ്ങളോടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ മീനു സത്യമായിട്ടും മീനു ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, എൻ്റെ അറിവോടുകൂടി നടന്നതല്ല ഇതൊന്നും, എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇവരൊപ്പിച്ച പണിയായതൊക്കെ എന്ന് പറഞ്ഞ് ശ്രീകലയൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകല പറയാണ്, ദേ നോക്ക് ദേവി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, ശരിയാ സമ്മതിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാ ഞങ്ങൾ
ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് സ്ത്രീധനം ചോദിച്ചു, പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ നമുക്കിപ്പോ വേറെ വഴിയില്ല. നീ അമ്മ പറഞ്ഞത് കേൾക്കാൻ നോക്ക്. അല്ലാതെ അനാവശ്യമായിട്ട് ഇവൾ ഓരോന്ന് പറയുന്നത് കേട്ട് അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ശ്രീകല പറയുമ്പോൾ മീനു പറയാണ് കേട്ടോ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ ചെയ്ത് ദേവമംഗലത്തുകാരെ ഉപദ്രവിച്ച അവര് നിങ്ങളുടെ മോളോട് ക്ഷമിക്കൂന്നാണോ വിചാരിച്ചത്? ഒരിക്കലുമില്ല. ദേവിയേട്ടത്തി ചെയ്യാത്ത കുറ്റത്തിന് അവരെയൊക്കെ കുടുക്കിയിട്ട് അവരിനി ദേവിയേട്ടത്തിയോട് ക്ഷമിക്കുമെന്ന് ദേവിയേട്ടത്തി സ്വപ്നം പോലും കാണണ്ട. പിന്നീട് ഒരിക്കലും ആനന്ദേട്ടൻ ദേവിയേട്ടത്തെ തേടി ഇങ്ങോട്ട് വരില്ല. ആ വീട്ടിലേക്ക് ഇനി ദേവിയേട്ടത്തിക്ക് വരാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ കൂടെ വരണം. ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് പിൻവലിക്കണം. വാ ദേവിയേട്ടത്തി, നിങ്ങൾ 3 പേരും എന്റെ കൂടെ വന്നേ എന്നൊക്കെ പറയുമ്പോൾ വരാൻ മനസ്സില്ല എന്ന് ശ്രീകല പറയാണ് കേട്ടോ. അങ്ങനെ ദേവി പറയാണ്, അമ്മയൊന്നും മിണ്ടാതിരുന്നേ, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തന്നതൊക്കെ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇല്ല, ചെയ്യാത്ത കുറ്റത്തിന് എന്റെ വീട്ടുകാരെ ശിക്ഷിക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി കംപ്ലൈന്റ് പിൻവലിക്കും. വാ മീനു, നമുക്ക് പോവാം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകലയും ഉദയഭാനും പറയാണ്, ദേവി നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ഇവിടുന്ന് ഒരടി എടുത്ത് വെച്ച പിന്നെ ഈ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മീനു പറയാണ്, ദേവിയേട്ടത്തി ഈ നാടകങ്ങളൊക്കെ വിശ്വസിച്ച് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള നമ്മുടെ വീട്ടുകാരെ ശിക്ഷിക്കരുത്. അവരെല്ലാവരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അമ്മ രാവിലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ആവും. അവരെയൊക്കെ ഇങ്ങനെ ശിക്ഷിക്കാൻ അവരെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഒരു തെറ്റ് അവർ ചെയ്ത ഒരു തെറ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ നീ വിഷമിക്കേണ്ട മീനു, വാ നമുക്ക് പോവാം, കംപ്ലൈന്റ് പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രീകലയും ഉദയഭാനും ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കുന്നതും ഒന്നും ശ്രദ്ധിക്കാതെ ദേവി നേരെ മീനുവിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആ കംപ്ലൈന്റ് ഒക്കെ പിൻവലിക്കാൻ കേട്ടോ. ഞാനാണ് ശ്രീദേവി, എൻ്റെ അമ്മ പറഞ്ഞതുപോലെ യാതൊന്നും എനിക്ക് ആ വീട്ടിൽ സംഭവിച്ചിട്ടില്ല. അവര് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയാണ്, എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വേറൊരു സൈഡിൽ നിന്ന് ശ്രീകല ദേവമംഗലത്തുകാർ ഭീഷണിപ്പെടുത്തിയാണ് ദേവിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോലീസുകാർ അവസാനം ശ്രീകലയെ വിശ്വസിക്കോ അതോ ദേവി പറഞ്ഞത് വിശ്വസിച്ച് കംപ്ലൈന്റ് പിൻവലിച്ച് ദേവമംഗലത്തുകാരെ വെറുതെ വിടുന്നതോടുകൂടി കേസിൽ നിന്ന് രക്ഷിച്ച ദേവിയോട് ആനന്ദ് ക്ഷമിക്കാൻ തയ്യാറാവുകയും അങ്ങനെ അവർ തമ്മിൽ ഒന്നിക്കാൻ ചാൻസ് ഉണ്ടോ അതോ ദേവി നേരത്തെ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കൂടെ ഇതും കൂടെ ചേർത്ത് ആനന്ദ് ഒന്നുകൂടെ നന്നായിട്ട് ദേവിയെ വെറുക്കാൻ പോവാണോ? ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ നീ ഉണ്ടാവില്ല എന്ന് പറയാൻ പോവാണോ? അതിനിടയ്ക്ക് ഉദയഭാനുവിന്റെ ഈ കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ ആനന്ദ് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നതോടുകൂടി പോലീസുകാർക്ക് സത്യം ബോധ്യപ്പെട്ടിട്ട് ദേവമംഗലത്തുകാരെ വെറുതെ വിട്ടിട്ട് പകരം ശ്രീകലയും ഉദയഭാനുവിനെയും പിടിച്ച് ജയിലിലിടാൻ പോവാണോ? അങ്ങനെ അവരെ രക്ഷിക്കാനായിട്ട് ദേവി ഇവർ പറഞ്ഞതൊക്കെ സത്യമാണ്, ദേവമംഗലത്തുകാരെ എന്നെ ഉപദ്രവിച്ചു, സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനെയും രക്ഷിക്കാൻ വേണ്ടി ദേവി കള്ളം പറയാൻ പോവാണോ വീണ്ടും? അതിലൂടെ ആനന്ദും ദേവിയും പെർമനന്റ് ആയിട്ട് പിരിയാൻ പോവാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.